നമസ്കാരം, മാങ്ങാടി പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്ന സ്മോക്സ്. നമുക്ക് പോകാം പ്രധാന വാർത്തകളിലേക്ക്. കെമിക്സ് സെർവർ കത്തിക്കാൻ ഉറച്ച സുധി. അടിക്കടി തന്റെ ബേസിൽ നടക്കുന്ന മോഷണങ്ങളിൽ രോക്ഷാകുലനായ സുധി കെമിക്സിൽ TNT വെച്ച് പൊട്ടിക്കുമെന്ന് ആഹ്വാനം ചെയ്തു. സുധിയുടെ ബേസിൽ നിന്ന് ഇതിനോടകം 2 നെതറൈറ്റ് ബ്ലോക്ക് ഉൾപ്പെടെ സുധിയുടെ അരുമയായ മീനുകുട്ടിയും കാണാതായി. ദൃശ്യങ്ങളിലേക്ക് പറയുള്ളൂ. സർവർ കത്തിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ സർവർ കത്തിച്ചിരിക്കും. ചിലപ്പോൾ ഞാൻ വരുന്നുണ്ടെന്ന് അവന്മാർ അറിഞ്ഞു കഴിഞ്ഞാൽ മീനുകുട്ടിനെ തട്ടിക്കളഞ്ഞാല് ഞാൻ ആരെ പിന്നെ ഇവിടെ കൊണ്ടിരുത്തും. എന്നാലും കുഴപ്പമില്ല, എൻ്റെ TNT ഒരുപാടുണ്ട്. അൾട്രോണിന്റെ ബേസിൽ നിന്ന് ആ വലിയ കാക്ക യാത്ര. അൾട്രോണിന്റെ മീനുക്കുട്ടൻ ഒരു കൂട്ടെന്ന വണ്ണം എൻഡിൽ നിന്ന് അൾട്രോൺ കടത്തിക്കൊണ്ടുവന്ന എൻഡർ ഡ്രാഗൺ അൾട്രോണിന്റെ ബേസ് വിട്ട് എങ്ങോട്ടെന്നില്ലാതെ യാത്രയിലാണ്. ആ എൻഡർ ഡ്രാഗനെ ഓവർവേൾഡിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ദൃശ്യങ്ങൾ അൾട്രോൺ തന്നെ സ്വന്തം ചാനലിൽ 2 പ്രാവശ്യം അപ്ലോഡ് ചെയ്തിരിക്കുന്നു. മാനത്ത് പറക്കണ കാക്കനെ പിടിച്ചിട്ട് കുടിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ കാക്കയെ ക്രൂരൻ കാക്കയെ കൂടവിടി. മാനത്ത് പറക്കണ കാക്കനെ പിടിച്ചിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ കാക്കയെ ക്രൂരൻ കാക്കയെ കൂട. ക്ഷമിക്കുക, ദൃശ്യങ്ങൾ മാറിപ്പോയതിൽ ഖേദം പ്രകടിപ്പിക്കും. യഥാർത്ഥ ദൃശ്യങ്ങളിലേക്ക്. ഡ്രാഗനെ കാണാനില്ല. എടാ നീ കളിയാക്കുവാണോ? മനുഷ്യൻ ഇത്ര മേലെ പിടിച്ചോണ്ട് നീ കൊല്ലാൻ കൊണ്ടെന്നാണോ എന്നെ? എങ്ങോട്ടാ നീ പോയി? സവാരി ഇട്ടിട്ട് പോയി. എടേ ഞാൻ അവിടെ പെട്ട ചുറ്റും നോക്കണേ ഡ്രാഗൻ എവിടെയാണ്. ജീവ രക്ഷപ്പെട്ടത് തലനാഴയ്ക്ക്. സുധിയുടെ ബേസിൽ നിന്ന് മീനുക്കുട്ടിയെ കടത്തുന്നതിനിടയിൽ മീനുക്കുട്ടിക്കുണ്ടായ ദാരുണമായ അന്ത്യം മറയ്ക്കാനായി മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റ് മീനുക്കുട്ടിയെ സുധിയുടെ ബേസിൽ കൊണ്ടുവച്ച GB. എന്നാൽ മറ്റൊരു കടത്തൽ ശ്രമത്തിനൊടുവിൽ ഒരു അടി കിട്ടിയപ്പോൾ മീനുക്കുട്ടി സ്വന്തം ഓണറിനെ തേടി തിരിച്ചെത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ സ്വന്തം റിപ്പോർട്ടർ പൂച്ചാണ്ടി സുനി ലൈനിൽ ചേരുന്നു. സുനി, കേൾക്കാമോ? നിർമ്മല സ്നേഹത്തിൻ യദുകുല കാമ്പോജി പ്ലിഞ്ഞു പ്ലിഞ്ഞു സൗണ്ട്സുള്ള തത്തേ തത്തമ്മേ. ക്ഷമിക്കുക, സുനി അന്വേഷിച്ചു പോയത് ഈ തത്തയാണെന്ന് തോന്നുന്നു. യഥാർത്ഥ ദൃശ്യങ്ങളിലേക്ക്. അത് അവന്റെ എല്ലാം തിരിച്ചറിയുമ്പോ നമ്മുടെ അടുത്ത് വരത്തില്ല. നമ്മളെ ആൾക്കാര് എടാ എടാ ഇത് മറ്റേതല്ലേ? അയ്യോ എന്തിനാ എന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നേ? നിനക്ക് അവിടെ എങ്ങനെ ഇരുന്നാ പോലെ എന്തിനാ എന്റെ തോളി വരണ്ട് ഇറക്കതിരെ ഇങ്ങോട്ട് വാ. ഇതായിരിക്കുന്നു. പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ് പിണ്ണാക്കടയിലേക്ക് വിളിച്ച സുധി. തന്റെ ബേസിൽ തുടരെ നടക്കുന്ന മോഷണങ്ങൾക്ക് ഉത്തരവാദിയെ കണ്ടുപിടിക്കാനായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച സ്തുതി ആള് മാറിയതറിഞ്ഞില്ല. വിളിച്ചത് പിണ്ണാക്ക് കടയിലേക്ക്. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി മാക്കാച്ചി കണ്ണൻ ചേരുന്നു. കണ്ണൻ, കേൾക്കാം? കേൾക്കാം. കണ്ണൻ, സുധി പിണ്ണാക്ക് കടയിലേക്ക് വിളിച്ചതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? നമ്മുടെ റിപ്പോർട്ടേഴ്സ് ഒന്നും നേരെ റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്ക് നേരെ ദൃശ്യങ്ങളിലേക്ക് കടക്കാം. സാർ, മീനുകുട്ടിനെ കാണുന്നില്ല സാർ. എന്റെ ഒരേ ഒരു ഫ്രണ്ട് മീനുകുട്ടിനെ കാണുന്നില്ല സാർ. ഉടനെ ഒരു 1 ഫോഴ്സിനെ തന്നെ കെമിക്സിലോട്ട് വിടണം സാർ. എന്നെ ഇവിടെ ആരും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ എന്നീ ഒരു സർവറിനത് കയറിയാലും എന്നെ കൊല്ലാനായിട്ട് ഒരുപാട് പേര് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സാർ. എന്റെ ബേസിന് ചുറ്റും ആരൊക്കെയോ സ്നൈപ്പേഴ്സിനൊക്കെ നിർത്തിയിട്ടുണ്ട് സാർ. ഞാൻ എപ്പോൾ എന്റെ ബേസിൽ നിന്ന് ഇറങ്ങുന്നോ അപ്പോൾ എന്നോട് വെടിവെച്ചിടും സാർ. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫുൾ ഫോഴ്സിനെ ഇങ്ങോട്ട് വിടണം സാർ. ഈ സർവറിനകത്ത് കംപ്ലീറ്റ് ഗുണ്ടായിസമാണ്. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കണമെന്നില്ല. ഫുൾ ആർമീനെ ഇങ്ങോട്ട് വിളിച്ചോ. നേവിനെയും എയർഫോഴ്സിനെയും ട്രാഫിക് പോലീസിനെയും സ്പെഷ്യൽ കമാൻഡോസിനെയും എല്ലാവരും കൊണ്ട് വിളിച്ചോ. ഇവിടെ ഉള്ളവന്മാരൊന്നും ചില്ലറക്കാരല്ല. നിങ്ങളുടെ ആയുധങ്ങളൊന്നും എടുക്കാൻ മറക്കണ്ട. പിസ്റ്റൽ, AK-47, ഷോട്ട് ഗണ്ണ്, വെട്ടുകത്തി, പപ്പടം കുത്തി എല്ലാം ഇങ്ങെടുത്തോ. എന്റെ വീടിന്റെ ബാക്കിൽ കുറച്ച് കൊന്നക്കമ്പോട്ട് ഞാൻ അതും വെട്ടിത്തരാം. പെട്ടെന്ന് തന്നെ നമ്മുടെ പയ്യന്മാരെല്ലാരും ഇങ്ങോട്ട് വിടണം സാർ. എന്നിട്ടും തികഞ്ഞില്ലെങ്കിൽ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സാർ. ഒരു പൊതി ബിരിയാണി വാങ്ങി തരാന്ന് പറഞ്ഞാൽ മതി. അവന്മാരെല്ലാം ഇങ്ങോട്ട് വന്നോളൂ. കാര്യം അവന്മാർക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അതൊന്നും പോരെങ്കിൽ ഞാനിവിടെ ഉണ്ട് സാർ. ഹലോ സാർ എന്താ ഒന്നും മിണ്ടാത്തെ? ഹലോ, ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ? പിണ്ണാക്ക് കടയാ? പ്രാങ്ക് വർക്കാകാതെ സിൽസില. സുധിക്കൊരു പ്രാങ്ക് കൊടുക്കാനായി സിൽസില സുധിയുടെ ബേസിൽ കൊണ്ടുവച്ച ബ്രൗൺ ഡൈ റീനെയിം ചെയ്ത ആ ബ്രൗൺ ഡൈ സുധി തിരിഞ്ഞു പോലും നോക്കി. മീനുകുട്ടിയെ കാണാത്തതിന്റെ ദുഃഖത്തിലായിരുന്നു സുധി ആ നേരം. ചെയ്യുന്നത് ഐ മോനു, ദിസ് ഈസ് ഫോർ യു, ഒരു ഗിഫ്റ്റ് ആണ് ബൈ നാസിഫ് AKA ബിഗ് സി. ഇനി K4F വാർത്തകൾ. ATGക്ക് ട്രിബ്യൂട്ട് ഇറക്കി കാത്തിരിക്കുന്നു സിദ്ധു. ATGക്ക് ട്രിബ്യൂട്ട് ഇറക്കി സിദ്ധുവും കൂട്ടരും. ആ ബിൽഡ് ATG തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് അവരവരുടെ വീഡിയോയിൽ അഭിപ്രായപ്പെട്ടു. അടിപൊളി മാറ്റത്തിനൊരുങ്ങി K4Fൽ ജൂൺ അപ്ഡേറ്റ് എടുക്കുന്നു. മാറ്റങ്ങൾക്കായി തയ്യാറെടുത്ത് K4F. അഡ്മിൻസ് ലൈവിലൂടെയാണ് കാര്യങ്ങൾ വ്യക്തമായത്. ഈ ഒരു മാസം തന്നെ സെർവറിൽ ഒരു അപ്ഡേറ്റ് ഉണ്ടാകും എന്നാണ് അഡ്മിൻസ് വെളിപ്പെടുത്തിയത്. അപ്ഡേറ്റ് വരുന്നതോടെ സെർവറിൽ കുറെ കൂടെ ഏരിയ തുറന്നു കൊടുക്കുമെന്ന് അറിയാൻ സാധിച്ചു.
മറ്റൊരു പ്രധാന വാർത്ത കൂടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എല്ലാം അഭ്യർത്ഥിച്ച് സ്മോക്സ്. ഇതോടുകൂടി ഇന്നത്തെ പ്രൈം ടൈം ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി സ്മോക്സ് ഗെയിമർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.